കർത്താവേ, ആമേൻ. കർത്താവേ, ഞങ്ങളെ വാഴ്ത്തുന്നു. ഞങ്ങളെ ഏറ്റവും അധികമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗസ്ഥനായ പ്രിയ പിതാവേ, അങ്ങയുടെ പുത്രനിൽ ഞങ്ങൾക്ക് തന്ന എല്ലാ അവകാശങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നപ്പ. ഈ പ്രഭാതത്തിൽ കർത്താവെ, അങ്ങയുടെ തിരുസന്നിധിയിലേക്ക് കർത്താവെ ഞങ്ങൾക്ക് ഒരുമിച്ച് കടന്നു വരുവാൻ ഈ സൂം പ്ലാറ്റ്ഫോമിലൂടെ കർത്താവെ അങ്ങയുടെ വചനം പഠിക്കുവാൻ, അങ്ങയുടെ വചനം ഗ്രഹിക്കുവാൻ, ഞങ്ങൾ ശുശ്രൂഷയിൽ വളരുവാൻ, ക്രിസ്തീയ ജീവിതത്തിൽ വളരുവാൻ, പക്വത പ്രാപിക്കുവാൻ തക്കവണ്ണം കർത്താവെ ഞങ്ങൾക്ക് ഒരുക്കി തന്ന ഈ നല്ല അവകാശത്തിനായി, അവസരത്തിനായി കർത്താവിനെ സ്തുതിക്കുന്നു. അതിനെ നിയോഗിച്ച കർത്താവിന്റെ ദാസനായി, കർത്താവ് ദർശനം കൊടുത്ത ഞങ്ങളുടെ ദാസനായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ സഹായിക്കണം. കർത്താവെ, ഞങ്ങൾ കേൾക്കുന്ന ദൈവത്തിന്റെ വചനങ്ങൾ ആമേൻ കർത്താവ് അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനും, കർത്താവിയ വചനത്തിൽ ഞങ്ങൾ ഉറച്ചു നിൽക്കുവാനും കർത്താവെ ഞങ്ങളെ സഹായിക്കണം. ഞങ്ങളുടെ ശുശ്രൂഷയിൽ ഞങ്ങൾ അത് പ്രയോജനപ്പെടുത്തുവാൻ കർത്താവ് സഹായിക്കണം. നമ്മുടെ ദാസന്റെ മേൽ വലിയ അഭിഷേകം ഇന്ന് പ്രഭാതത്തിൽ പകരണം. കർത്താവെ, ഇതിലേക്ക് അനേകർ ജോയിൻ ചെയ്യുവാൻ കർത്താവ് സഹായിക്കണം. കർത്താവെ, ജോയിൻ ചെയ്തവരെല്ലാം ക്രിസ്തുവിൽ വളരത്തക്കവണ്ണം ദൈവാത്മാവിന്റെ വലിയ സാന്നിധ്യം പകരണമേ നടിയാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഈ ശുശ്രൂഷയുടെ ആരംഭം മുതൽ അവസാനം വരെ അത്യുന്നതനായ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ വലിയ സഹായം ഞങ്ങൾ ഇന്ന് പ്രഭാതത്തിൽ ചോദിക്കുന്ന കർത്താവെ, ഞങ്ങൾക്കൊരു അനുഗ്രഹമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മുഴുമാനവും മുഴുമകത്വവും അങ്ങേക്ക് ഞങ്ങൾ അർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതുകൊണ്ട് നന്ദി പറയുന്നു. ക്രിസ്തുയേശുവിന്റെ വിലയേറിയ നാമത്തിൽ പിതാവേ, ആമേൻ. ആമേൻ, ആമേൻ. അനുഗ്രഹിക്കപ്പെട്ട പാട്ടുകൾ പാടി പ്രാരംഭമായി നമ്മുടെ കർത്താവിനെ നാം മഹത്വപ്പെടുത്താം. അതിനായി പ്രിയ ആൻസ്റ്റണിയെ ക്ഷണിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ വരവ് ആസന്നമായിരിക്കുന്ന ഈ കാലയളവിൽ കർത്താവിൻ്റെ വരവിൻ്റെ കാഹളധ്വനി നമുക്ക് കേൾക്കാറായി. ഈ പാർത്തലം വിട്ട് നമുക്ക് പോകാൻ സമയമായിരിക്കുന്നു എന്ന് അർത്ഥമാക്കുന്ന പാട്ട് നമുക്കെല്ലാവർക്കും ചേർന്ന് ദൈവത്തെ പാടി മഹത്വപ്പെടുത്താം. കേൾക്കാരാ
ലോർഡ്. തുടർന്നുള്ളതായിരിക്കുന്ന തിരുവചന ധ്യാനത്തിനായിട്ട് നമുക്ക് ദൈവസന്നിധി പ്രാർത്ഥിക്കാം. സിജി സിസ്റ്റർ ദൈവസന്നിധി പ്രാർത്ഥിച്ചാണ്. Praise the Lord. Hallelujah. സ്തോത്രം 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 സ്തോത്രം. പരിശുദ്ധ ദൈവമേ, സ്വർഗ്ഗപിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ദിവസത്തിനായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, വീണ്ടും ഞങ്ങൾ കർത്താവെ ബൈബിൾ സ്റ്റഡിയുമായി കടന്നു വന്നിരിക്കുന്നല്ലോ പിതാവേ. അവിടുന്ന് ഞങ്ങളെ സഹായിച്ചത് കൊണ്ട് മാത്രമാണ് കർത്താവെ എന്ന് ഞങ്ങൾ ആയിരിക്കുന്നത്. കഴിഞ്ഞ രാത്രി കാലം കർത്താവെ ഞങ്ങൾ കിടന്നുറങ്ങിയത് പ്രഭാതം കാണുവാൻ അവിടുന്ന് ഇടയാക്കിയല്ലോ. വീണ്ടും ഞങ്ങൾക്ക് പഠന ക്ലാസ്സുകളുമായി ബന്ധപ്പെട്ട് കർത്താവെ എല്ലാവർക്കും കൂടി വരുവാനും കർത്താവെ അവിടുത്തെ മഹത്വപ്പെടുത്തുവാനും പാടുവാനും കർത്താവെ തുടർന്നുള്ള ശുശ്രൂഷകളെ സംബന്ധിപ്പാൻ ദൈവം കൃപ ചെയ്യുന്നതിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവെ. പ്രിയ കർത്താവിന്റെ ദാസനെ കർത്താവെ ഒരുക്കിയിരിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവെ. അവിടുന്ന് പറയേണ്ടതായ കാര്യങ്ങളെ കർത്താവിന്റെ ദാസനിലൂടെ ഞങ്ങൾ കേൾക്കുവാൻ, അതിനനുസരിച്ച് കർത്താവെ ഞങ്ങളുടെ ക്രൈസ്തവ ജീവിതം എങ്ങനെയാണ് നയിക്കേണ്ടത് പഠിക്കുവാനും കർത്താവെ എങ്ങനെയാണ് ഞങ്ങളുടെ ജീവിതം ഭൂമിയിൽ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതെന്നും അവിടുന്ന് പഠിപ്പിച്ചതുപോലെ കർത്താവെ ഞങ്ങൾ കേൾക്കുവാനും പഠിക്കുവാനും ഗ്രഹിക്കുവാനുമുള്ള കൃപ ഇന്ന് പകൽക്കാലം ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. പഠിക്കുവാനായി കൂടി വന്നിരിക്കുന്ന എല്ലാ നിന്റെ മക്കളെ അവിടുന്ന് അനുഗ്രഹിക്കണേ കർത്താവെ. കർത്താവിന്റെ ദാസന്മാരെ എല്ലാം അനുഗ്രഹിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. Praise the Lord. ഇടയ്ക്ക് നെറ്റ് ഒന്ന് കട്ടായി പോയി. സിസ്റ്റർ പ്രാർത്ഥിച്ചു കഴിഞ്ഞോ? പ്രാർത്ഥിച്ചു കഴിഞ്ഞു. കർത്താവിന്റെ നിസ്തുല്യമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ നല്ല പ്രഭാതത്തിൽ കർത്താവിന്റെ സന്നിധിയിൽ നമുക്ക് ഒരുമിച്ചായിരിക്കാൻ ദൈവം തന്ന നല്ല അവസരത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് നമ്മൾ വളരെ പ്രധാനപ്പെട്ട ചില വിഷയങ്ങൾ ചിന്തിക്കുകയാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളൊന്ന് തുടങ്ങി വെച്ചു, ആത്മീയ ശുശ്രൂഷകന്മാർക്ക് ഉണ്ടായിരിക്കേണ്ട യോഗ്യതകൾ. വാസ്തവത്തിൽ ശുശ്രൂഷകന്മാർക്ക് മാത്രമല്ല ഈ യോഗ്യത ഉണ്ടായിരിക്കേണ്ടത്, ഓരോ ദൈവവൈതലിനും ഈ യോഗ്യത അത്യാവശ്യമാണ്. ആമേൻ. അതെന്തെല്ലാമാണെന്നുള്ളത് ഒന്നുകൂടെ ഒന്ന് ചിന്തിച്ചിട്ട് അടുത്ത ഭാഗത്തേക്ക് നമുക്ക് പ്രവേശിക്കാം. ഒന്നാമത്, ഒരാത്മീയ ശുശ്രൂഷകൻ ആത്മഭാരമുള്ളവനായിരിക്കണം. They must have spiritual burden. ആത്മഭാരം ഉണ്ടായിരിക്കണം. നമ്മുടെയൊക്കെ അൾട്ടിമേറ്റ് എയിം എന്ന് പറഞ്ഞാൽ ഒരാളെയെങ്കിലും കർത്താവിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. നിത്യ നരകത്തിൽ വിധിക്കപ്പെട്ട ജീവിതങ്ങൾ നിത്യരാജ്യത്തിന് അവകാശികളായി തീരാൻ വേണ്ടി നശിച്ചു പോകുന്ന ആത്മാക്കളെ കുറിച്ച് ഭാരമുള്ളവരായിരിക്കുക. അതാണ് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഈ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുന്നവരോട് ഞാൻ ആദ്യം ചോദിക്കട്ടെ, ഡു യു ഹാവ് ബർഡൻ അബൌട്ട് പെരിഷിംഗ് സോൾസ്? നശിച്ചു പോകുന്ന ആത്മാക്കളെ കുറിച്ച് ഭാരമുണ്ടോ? ജീസസ്. ആത്മഭാരമുള്ളവൻ അടങ്ങിയിരിക്കാൻ ഒക്കുകയില്ല. ഇങ്ങനെ സുവിശേഷം പറയാനുള്ള ടെൻഡൻസി അവനിലുണ്ട്. കാരണം നാം അറിഞ്ഞ സത്യം മറ്റൊരാളുടെ പറയുവാൻ, മറ്റാരോടെങ്കിലും പറയുവാൻ നമ്മുടെ ഹൃദയം വെമ്പൽ കൊള്ളും. നമ്മുടെ സി വി ജോസഫ് പാസ്റ്റർ മാനന്തവാടിയിലാണെങ്കിൽ അദ്ദേഹം ട്രൈബൽസിന്റെ ഇടയിലാണ് പ്രവർത്തിക്കുന്നത്.
ഇടങ്കൈ വലങ്കൈ തിരിച്ചറിയാത്ത ജനകത്തിന്റെ നടുവിൽ യേശുവിനെ പരിചയപ്പെടുത്തുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഒന്ന്, ആത്മഭാരം വേണം. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഉപവാസ ആണെന്ന് തോന്നുന്നു, ഞാൻ ദൈവങ്ങളോട് പറഞ്ഞു, നിങ്ങൾ മരിക്കുന്നതിന് മുമ്പെങ്കിലും ഒരാത്മാവിനെയെങ്കിലും ദൈവസന്നിധി കൊണ്ടുവന്നില്ലെങ്കിൽ എത്ര കഷ്ടമാണ്. മനസ്സിലായോ? നിശ്ചയമായിട്ടും ആത്മാക്കളെ നേടുന്നവരായിരിക്കണം. പ്രൈസ് ഗോഡ്. ആത്മീയ ശുശ്രൂഷകന്മാർക്ക് ഉണ്ടായിരിക്കേണ്ട യോഗ്യതകളിൽ പരമപ്രധാനമായത് നശിച്ചു പോകുന്ന ആത്മാക്കളെ കുറിച്ചുള്ള ഭാരം, ആത്മഭാരമുള്ളവനായിരിക്കണം. അല്ലെങ്കിൽ ദൈവത്തോട് പറയണം, ആത്മഭാരം. ജീസസ്. രണ്ടാമത്, ആ വാക്യം വേണമെങ്കിൽ ഒന്ന് വായിച്ചാൽ നന്നായിരിക്കും. അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 11-ാം അധ്യായം അതിന്റെ 2 മുതൽ താഴോട്ടൊന്ന് വായിച്ചേ. ഞാൻ നിങ്ങളെ കുറിച്ച് ദൈവത്തിന്റെ എരിവോടെ ഇരിക്കുന്നു. ഞാൻ ക്രിസ്തു എന്ന ഏക പുരുഷന് നിങ്ങളെ നിർമ്മല കന്യകയായി ഏൽപ്പിക്കുവാൻ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. എന്നാൽ ക്രിസ്തു എന്ന ഏക പുരുഷന് നിങ്ങളെ വിവാഹ നിശ്ചയം ചെയ്യുവാൻ ഏൽപ്പിച്ചിരിക്കുന്നു. താഴോട്ട് വായിക്കുമ്പോൾ, ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് നിങ്ങൾ വഷളായി പോകുമോ എന്ന് ഭയപ്പെടുന്നു. മോളെ 28-ാമത്തെ വാക്യങ്ങൾ വായിക്കാം. വേഴ്സ് 28. നഗ്നത എന്നീ അസാധാരണ സംഗതികൾ ഭവിച്ചത് കൂടാതെ എനിക്ക് ദിവസേന സർവ സഭകളെയും കുറിച്ചുള്ള ചിന്താഭാരം. സർവസഭകളെയും കുറിച്ചുള്ള ചിന്താഭാരം, അതാണ് ആത്മഭാരം. സഭയിൽ ഇപ്പം കുറെ ആളുകൾ വരുന്നത് കൊണ്ട് എല്ലാവരും സ്വർഗത്തിൽ പോകണമെന്നൊന്നുമില്ല. അവർ നന്നായി ജീവിച്ചെങ്കിലേ പോകത്തു. അന്നേരം രക്ഷിക്കപ്പെടുവാനുള്ളവരെ കുറിച്ചുള്ള ആത്മഭാരം, ദൈവസഭയിൽ വന്നവരെ കുറിച്ചുള്ള ആത്മഭാരം, അകത്തും പുറത്തുമുള്ളവരെ കുറിച്ചൊരു ഭാരം ഒരു ആത്മീയ ശുശ്രൂഷകനുണ്ട്. ദൈവത്തിന് സ്തോത്രം. തന്നെ സഭാ ശുശ്രൂഷയിൽ എനിക്ക് ദൈവാസന്മാർക്ക് അറിയാം. ദൈവമക്കൾക്ക് അത് അത്രമാത്രം അറിയത്തില്ല. ഒരാള് ആത്മീയത്തിൽ ശകലം പുറകോട്ട് പോയാൽ ഒരു നല്ല ദൈവാസൻ എന്ത് ഭാരമാണെന്നറിയാം. ഭയങ്കര വേദനയായിരിക്കും. ആത്മീയത്തിൽ ബലഹീനത വരുമ്പോൾ താങ്ങാൻ കഴിയുന്നതിനേക്കാൾ, അതായത് സ്വന്തം കുഞ്ഞുങ്ങൾക്ക് ഒരു പ്രയാസം വരുമ്പോൾ, ഒരു രോഗമോ വേദനയോ ആക്സിഡന്റോ ബുദ്ധിമുട്ടോ വരുമ്പോൾ അതിനേക്കാൾ ഉപരി ഉള്ള ഭാരം ദൈവജനത്തിന് ഒരു ബുദ്ധിമുട്ട് വരുമ്പോൾ ഒരു ദൈവദാസനുണ്ട്. പക്ഷെ ജനത്തിന് അത് തിരിച്ചറിയണമെന്നില്ല. മനസ്സിലായോ? സ്തോത്രം. ഒരാളെ പ്രാർത്ഥനയ്ക്ക് കണ്ടില്ലെങ്കിൽ, ഒരു കൂട്ടായ്മയ്ക്ക് വന്നില്ലെങ്കിൽ ഒക്കെ എന്ത് വേദന, എന്ത് ഭാരമാണെന്നറിയാം. സ്തോത്രം. ഒന്ന്, ആത്മഭാരം ഉണ്ടായിരിക്കണം. അവരവർ ശോധന ചെയ്തേ, ഒരു ആത്മഭാരമുണ്ടോ? നമ്മുടെ കൂടെ ആരാധിക്കുന്നവർ ആത്മീയമായി പക്വത പ്രാപിച്ചില്ലെങ്കിൽ, ആത്മീയ വളർച്ച പ്രാപിച്ചില്ലെങ്കിൽ അവരെ കുറിച്ചൊരു ഭാരം നമുക്കുണ്ടോ? രക്ഷിക്കപ്പെടാത്തവരെ കുറിച്ചൊരു ഭാരം നമുക്കുണ്ടോ? സ്തോത്രം. ഇല്ലെങ്കിൽ നമുക്ക് എവിടോ കുറവ് സംഭവിച്ചിട്ടുണ്ട്. സ്തോത്രം. ശുശ്രൂഷകൻ വൈറ്റ് കോളർ ജോബായിട്ട് സ്റ്റേജിൽ പ്രസംഗിക്കുന്നത് ആണെന്ന് നിങ്ങൾ ചിന്തിക്കരുത്. അത് ശുശ്രൂഷയുടെ ഒരു ഭാഗം മാത്രമാണ്. പക്ഷേ there are lot of qualities concerning the Christian ministries. ക്രിസ്തീയ ശുശ്രൂഷന്മാരെ സംബന്ധിച്ച് ഒത്തിരി ക്വാളിറ്റീസ് ഉണ്ട്. ആമേൻ. രണ്ടാമത്,
ദൈവിക പരിജ്ഞാനം പ്രാപിച്ചവനായിരിക്കണം. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ അത് പറഞ്ഞതാണ്. ദൈവിക പരിജ്ഞാനം പ്രാപിച്ചവൻ. അപ്പോസ്തല പ്രവൃത്തി 4:13 വായിച്ചാട്ട്. അപ്പോസ്തല പ്രവൃത്തി 4:13. അവർ പത്രോസിന്റെയും യോഹന്നാന്റെയും ധൈര്യം കാണുകയാലും ഇവർ പഠിപ്പില്ലാത്തവരും സാമാന്യരുമായ മനുഷ്യർ എന്ന് ഗ്രഹിക്കുകയാലും ആശ്ചര്യപ്പെട്ടു. അവർ യേശുവിനോട് ന്യായാധിപ സംഘം യഹൂദ ജനത്തിന്റെ ഇടവിൽ മതകാര്യ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന റൂളേഴ്സ് അവരാശ്ചര്യപ്പെട്ടു. എന്താണ്? പത്രോസും യോഹന്നാനും ഒന്നും പറയത്തക്ക വിദ്യാഭ്യാസം ഒന്നുമില്ല. അവർ സാമാന്യ ജനങ്ങളാണ്, പഠിപ്പില്ലാത്തവരാണ്. പക്ഷേ പഠിത്തമുള്ളവരെക്കാൾ ജ്ഞാനത്തോടെ അവർ സംസാരിക്കുന്നു. ദൈവത്തിന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അതുകൊണ്ട് ക്രിസ്തീയ ശുശ്രൂഷ ചെയ്യാൻ ദൈവവിളി ഉള്ളവന് വലിയ വിദ്യാഭ്യാസം വേണോ നിർബന്ധമൊന്നുമില്ല. ദൈവം വേലയ്ക്ക് വിളിച്ചിട്ടുണ്ടെങ്കിൽ സ്തോത്രം, പരിജ്ഞാനത്തോട് ശുശ്രൂഷ ചെയ്യാനുള്ള കൃപ ദൈവം തരുവാനിടയായിത്തീരും. പ്രൈസ് ദി ലോർഡ് ജീസസ്. നമുക്ക് ഈ ദിവസങ്ങളിൽ ആവശ്യം ഗോഡ്സ് വിസ്ഡമാണ്, ദൈവിക ജ്ഞാനമാണ് നമുക്ക് ആവശ്യം. ആത്മഭാരമുള്ള ദൈവമക്കൾ ശുശ്രൂഷ ചെയ്യുവാൻ ദൈവിക പരിജ്ഞാനത്തിന് വേണ്ടി പ്രാർത്ഥിച്ചോണം. ദൈവത്തിന് സ്തോത്രം. ലോകം കണ്ടിട്ടുള്ളത് ഏറ്റവും വലിയ ആയിരുന്നു ജ്ഞാനിയുടെ ജ്ഞാനിയായ ശലോമോൻ. ഈ ജ്ഞാനം എവിടുന്ന് കിട്ടി? ദൈവം കൊടുത്തതാ. അങ്ങനാണെങ്കിൽ ഈ ജ്ഞാനം ഫെയ്ത്ത് പാസ്റ്റർക്കും മോർസി പാസ്റ്റർക്കും തോമസ് പാസ്റ്റർക്കും നോഹയ്ക്കും ഒക്കെ തരാൻ ദൈവം വിശ്വസ്തനാ. ഒരു വാക്ക് ദൈവത്തോട് എപ്പോഴൊന്ന് പ്രാർത്ഥിക്കുക, കർത്താവേ അങ്ങയുടെ പരിജ്ഞാനത്താൽ എന്നെ നിറയ്ക്കണമേ. ഹല്ലേലൂയ. കർത്താവിന്റെ വേല ചെയ്യുവാൻ അങ്ങയുടെ പരിജ്ഞാനത്താൽ എന്നെ നിറയ്ക്കണമേ എന്ന് ദൈവത്തോടൊന്ന് പറഞ്ഞാട്ടെ. Glory to God, Jesus. അത് വാസ്തവത്തിൽ ഈ സുവിശേഷ വേലയുടെ മുൻനിരയിൽ നിൽക്കുന്നവർക്ക് മാത്രമല്ല ജ്ഞാനം വേണ്ടുന്നത്. മേശമേൽ ശുശ്രൂഷ ചെയ്യാൻ തെരഞ്ഞെടുക്കപ്പെട്ട 7 പേർക്കും ഈ ജ്ഞാനം ഉണ്ടായിരുന്നു. ദൈവത്തിന് സ്തോത്രം. 7 പേർക്കും ജ്ഞാനം ഉണ്ടായിരുന്നു. അതിന്റെ അർത്ഥം സഭാ കമ്മിറ്റി മെമ്പേഴ്സിനാണെങ്കിലും ആത്മീയ ശുശ്രൂഷകൾ ദൈവസഭയുടെ മുന്നിൽ നിന്ന് ചെയ്യാതെ നോൺ മിനിസ്റ്റേഴ്സിനാണെങ്കിലും എന്തുണ്ടായിരിക്കണം? ദൈവിക പരിജ്ഞാനം ഉണ്ടായിരിക്കണം. ഈ പരിജ്ഞാനം ഒരു യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കിട്ടുന്നതല്ല, സ്വർഗീയ സർവകലാശാലയിൽ നിന്ന് കിട്ടുന്നതാണ് ഈ ജ്ഞാനം. ദൈവത്തിന് സ്തോത്രം. താങ്ക് യു ലോർഡ്. ഞങ്ങളുടെ നാട്ടിൽ മൂന്നാം ക്ലാസ് വരെ പഠിച്ച ഒരു ദൈവദാസൻ ഉണ്ടായിരുന്നു. ഇപ്പൊ നിത്യതയിൽ വിശ്രമിക്കുന്നു. ദൈവമേ, അദ്ദേഹത്തിന്റെ ഒക്കെ ശുശ്രൂഷ, പ്രസംഗം, ദൈവവചന പഠിപ്പിക്കല് ഒക്കെ കണ്ട് അന്തം വിട്ടുപോയിട്ടുണ്ട്. അദ്ദേഹം ദൈവസനിലൊക്കെ ഇരിക്കാൻ തുടങ്ങിയാൽ ഏറിയ മണിക്കൂറുകൾ ഉപവാസത്തോടും പ്രാർത്ഥനയോടും ഒക്കെ ഇരുന്ന്
പൗലോസ് അറേബ്യയിൽ പോയി ദൈവസന്നിധിയിൽ നിന്ന് ദൈവകൃപ ഏറ്റെടുത്ത പോലെ വേറിട്ടിരുന്ന ദൈവകൃപ പ്രാപിക്കുമായിരുന്നു. എന്നിട്ട് അദ്ദേഹത്തിന്റെ ശുശ്രൂഷയൊക്കെ അത് കാണണം. ചിലപ്പോൾ പ്രാർത്ഥിച്ചു തുടങ്ങിയിട്ട് ഒരൊറ്റ പാട്ട് പാടി, പിന്നെ അവിടെ സങ്കീർത്തനവും ഇല്ല, പ്രസംഗവും ഇല്ല, വേറെ ഒന്നുമില്ല. ഒരൊറ്റ പാട്ട് കൊണ്ട് ജനം ആരാധിച്ച് അവസാനം ആശീർവാദം പറഞ്ഞ് പിരിച്ചിട്ടുണ്ട്. മനസ്സിലായോ? ദൈവത്തിന് നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ജീസസ്. മൂന്നാമത്, ഭേദാഭേദങ്ങൾ തിരിച്ചറിയണം. നമ്മളിപ്പോൾ ചിന്തിക്കുന്നത് ആത്മീയ ശുശ്രൂഷകന്മാർക്ക് ഉണ്ടായിരിക്കേണ്ട യോഗ്യതകളാണ്. 1, ആത്മഭാരം. 2, ദൈവിക പരിജ്ഞാനം. 3, ഭേദാഭേദങ്ങൾ തിരിച്ചറിയണം. സ്തോത്രം. ഫിലിപ്പിയ ലേഖനം 1-ാം അധ്യായം 9, 10, 11 വാക്യങ്ങൾ. ഫിലിപ്പിയ ലേഖനം 1-ാം അധ്യായം 9, 10, 11 വാക്യങ്ങൾ വായിക്കാം. നിങ്ങളുടെ സ്നേഹം മേൽക്കുമേൽ പരിജ്ഞാനത്തിലും സകല വിവേകത്തിലും വർദ്ധിച്ചു വന്നിട്ടോ നിങ്ങൾ ഭേദാഭേദങ്ങളെ വിവേചിച്ചറിയിപ്പിക്കണം എന്ന് ക്രിസ്തുവിന്റെ നാളിലേക്ക് നിർമ്മലന്മാരും ഇടർച്ചയില്ലാത്തവരും ദൈവത്തിന്റെ മഹത്വത്തിനും പുകഴ്ചയ്ക്കുമായിട്ട് യേശു ക്രിസ്തുവിനാൽ നീതിഫലം നിറഞ്ഞവരുമായി. നമ്മുടെ ഇവിടൊക്കെ ജനിച്ച് വളർത്തപ്പെട്ട നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പലർക്കും മലയാളത്തോട് ആഗ്രഹം ഉണ്ടെങ്കിലും എല്ലാ വാക്കുകളും ഒക്കെ കിട്ടത്തില്ല. ഇവിടെ നമ്മൾ വായിക്കുന്നത് തിരിച്ചറിയേണ്ട കാര്യങ്ങൾ തിരിച്ചറിയണം. തിരിച്ചറിവുണ്ടോ? ചിലപ്പോൾ നമുക്ക് നല്ല കൂട്ടുകാരൊക്കെ കാണും. പക്ഷെ ആ കൂട്ടുകാരൻ നാം ഉദ്ദേശിക്കുന്ന പോലെ ഒരു ആത്മീയനോ വിശ്വാസിയോ ഒന്നും ആയിരിക്കണമെന്നില്ല. അദ്ദേഹത്തിന് ചില ഐഡിയാസ് കാണും. അദ്ദേഹത്തിന്റെ ഐഡിയാസ് ഒരു ഫ്രണ്ട് എന്ന നിലയിൽ അടുത്ത സ്നേഹിതൻ ചിലപ്പോൾ കേൾക്കേണ്ടി വരും. അങ്ങനെ ഒത്തിരി കേട്ട് കഴിയുമ്പോ ചിലപ്പോൾ കൃപയിൽ നിന്ന് വീണു പോകാൻ സാധ്യതയുണ്ട്. സ്തോത്രം. അതിന് നമ്മളിവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ദൈവത്തെക്കാൾ ഉപരി, ദൈവവചനത്തെക്കാൾ ഉപരി, പരിശുദ്ധാത്മാവിനേക്കാൾ ഉപരി, വിശുദ്ധ ജീവിതത്തെക്കാൾ ഉപരി, നിത്യജീവനേക്കാൾ ഉപരി വേറെ ഒന്നിനും ഒരു സ്വാധീനത നമ്മുടെ ജീവിതത്തിൽ കൊടുക്കരുത്. കൂട്ടുകാരന്റെ കാര്യമൊക്കെ ശരിയാ, അതൊക്കെ പുറത്ത്. ജീസസ്. അതിന് തെളിവ് പറയാം. ചിലർ പറയത്തില്ലേ, ബ്രദർ ഇന്ന് പ്രാർത്ഥനയ്ക്ക് പോകുന്നുണ്ടോ? പോണമെന്നൊരാഗ്രഹമുണ്ട്. എന്നാ ഞാനും വരുന്നു. എന്നാൽ അദ്ദേഹം ഞാൻ ഇന്ന് പോകുന്നില്ലെന്ന് പറയട്ടെ. ഞാനും ഇന്ന് പോകുന്നില്ല. മനസ്സിലായോ? അന്നേരം ഇങ്ങനത്തെ ചില ആറ്റിറ്റ്യൂഡ് ഉണ്ട്. ഒരു ദൈവദാസനെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ. ഒരു വിശ്വാസിയെ സഭ വന്നുള്ളതെങ്കിലും ആ പാസ്റ്ററോടെ പോവുകയില്ലേ? ഒരു വിശ്വാസിക്ക് പോകാതിരിക്കാം, വരാതിരിക്കാം. എന്നാൽ കമ്മിറ്റ്മെന്റ് ഉള്ളൊരു പാസ്റ്റർ കൂട്ടായ്മയുടെ മുമ്പിൽ എപ്പോഴും കാണും. ദൈവത്തിന് സ്തോത്രം. താങ്ക് യു ലോർഡ്. ഭേദാഭേദങ്ങളെ വിവേചിച്ചറിയണം. ജീസസ്. തിരിച്ചറിയണം. നമ്മുടെ കൃപ ചോരുന്ന വശങ്ങൾ, ആത്മീയത്തിന് തടസ്സമായിട്ടുള്ള വിഷയങ്ങൾ, ആകാത്ത വേലക്കാര്, നല്ല വേലക്കാര്, വളർച്ചയുള്ള വിശ്വാസി, മുരടിച്ച വിശ്വാസി, വളർച്ച ആഗ്രഹിക്കാത്തവര്,
ഇതിനെക്കുറിച്ചെല്ലാം നമുക്ക് അറിവുണ്ടായിരിക്കണം. ജീസസ് വിശ്വാസികളെ ഒരു ആട്ടിൻകൂട്ടത്തോടാണ് ഉപമിച്ചിരിക്കുന്നത്. ചില ആടുകൾ ഇടേന്റെ പുറകെ വന്നോളും, ആരുടെയും പരസഹായം വേണ്ട. ചിലതിനെ ഇടയൻ തോളിൽ എടുക്കേണ്ടതായിട്ട് വരും. എപ്പോഴും പരിപാലനപരം ആവശ്യപ്പെടുന്നവരില്ലേ? പാസ്റ്റർ എപ്പോഴും വിളിക്കണം, എപ്പോഴും വീട്ടിൽ വരണം. ഞങ്ങളല്ലാതെ വേറെ ആരുമായിട്ട് ഒന്നും പാസ്റ്റർ ബന്ധപ്പെട്ടില്ലേലും കുഴപ്പമില്ല, പാസ്റ്റർ ഞങ്ങളുടെ സ്വന്തമാണ്. നല്ല കാര്യമാണ്, എങ്കിലും കുറച്ചുകൂടെ പക്വതയിലേക്ക് ഓരോ വിശ്വാസിയും നീങ്ങേണ്ടത് ആവശ്യമാണ്. പാസ്റ്ററെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കാനല്ല ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. പാസ്റ്റർക്ക് സമയമുണ്ടെങ്കിൽ പാസ്റ്റർ ചെയ്തോട്ടെ. ക്രിസ്തുവിൽ ആശ്രയിച്ച് നമ്മുടെ ആത്മീയ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം. ചില പാസ്റ്റർമാരൊക്കെ സഭകളിൽ നിന്നോ ദേശത്തു നിന്നൊക്കെ മാറിപ്പോകുമ്പോ ചിലർ പിന്നെ കൂട്ടായ്മയ്ക്ക് വരാറേ ഇല്ല. ഓ, ആ പാസ്റ്റർ പോയി, ഇനി എന്തിനാ ഞാൻ വരുന്നത്? നമ്മൾ പാസ്റ്ററെ സ്നേഹിക്കണം, കരുതണം, മാനിക്കണം, ഒക്കെ ചെയ്യണം. പക്ഷെ അതിനപ്പുറത്ത് നമ്മുടെ ബന്ധം ക്രിസ്തുവുമായിട്ടുള്ള ബന്ധമാണ്. ഇൻസെപ്പറബിൾ റിലേഷൻഷിപ്പ് വിത്ത് ക്രൈസ്റ്റ് ജീസസ്. We have to stand for Christ Jesus. We have to stand with Christ Jesus. ക്രിസ്തുവിന് വേണ്ടി ജീവിക്കണം, ക്രിസ്തുവിനോട് കൂടെ ജീവിക്കണം. ആർക്കും വേർപിരിക്കാൻ പറ്റാത്ത ബന്ധം. അതുകൊണ്ടല്ലേ പൗലോസ് പറഞ്ഞത്, who shall separate me from the love of Christ? ക്രിസ്തുവിന്റെ സ്നേഹം തന്നെ ആർക്ക് വേർപിരിക്കാൻ പറ്റും? എന്തുമാത്രം കാര്യങ്ങളാണ് പൗലോസ് പറയുന്നത്. എന്നിട്ട് തന്നെ ഒരു കൺക്ലൂഷൻ എത്തിട്ട് പറയാണ്, nothing shall separate me from the love of Christ. ഒന്നിനും ദൈവത്തോടുള്ള സ്നേഹത്തിൽ നിന്ന് ഭാര്യയ്ക്ക് എന്നെ വേർപിരിക്കാൻ പറ്റിയല്ല, മക്കൾക്ക് എന്നെ വേർപിരിക്കാൻ പറ്റത്തില്ല, ഉയരത്തുള്ള വേർപിരിക്കാൻ പറ്റത്തില്ല. സ്തോത്രം. ഞാൻ പറയുന്ന എല്ലാം ബൈബിളിൽ ഉണ്ടെന്ന് നിങ്ങൾ ചിന്തിക്കല്ലേ, പക്ഷെ എന്റെ അൾട്ടിമേറ്റ് എന്റെ നക്ഷല്ല ഞാൻ പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ്. ഭേദാഭേദങ്ങളെ തിരിച്ചറിയണം. ഇനി നാലാമത്, മുഖപക്ഷമില്ലാത്തവനായിരിക്കണം. മുഖപക്ഷമില്ലാത്തവനായിരിക്കണം. ജീസസ് ഒരു ശുശ്രൂഷകൻ ആരായിരിക്കണം? മുഖപക്ഷമില്ലാത്തവനായിരിക്കണം. എന്താ ഈ മുഖപക്ഷം? പാഷ്യാലിറ്റി. ഒരിക്കലും ഒരു ശുശ്രൂഷകൻ കൂടുതൽ പണം തരുന്നവന്റെ ഭാഗത്ത് നിൽക്കത്തില്ല, നിൽക്കാൻ പാടില്ല. ഞാൻ പണ്ടിവിടെ നമ്മുടെ ചർച്ചിൽ ആര് വന്നാലും അവരോട് ഇങ്ങനെ പറയും. നമ്മുടെ ചർച്ചിന്റെ ഒരു ജനറൽ പ്രിൻസിപ്പിൾ ഉണ്ടായിരുന്നു. ബാച്ചിലറാണെങ്കിലും ഫാമിലി ആണെങ്കിലും, കൂടുതൽ ശമ്പളമുള്ളവനാണെങ്കിലും കൂടുതൽ ശമ്പളമില്ലാത്തവൻ, ജോലിയുള്ളവനും ഇല്ലാത്തവനും, ഇങ്ങനെ കുറെ കാറ്റഗറി. ഇവിടെ എല്ലാവരും ഒരുപോലാണ്. പ്രൈസറോ രാമൻ പറയാമോ? എല്ലാവരും ഒരുപോലെ, എല്ലാവരും ഒരുപോലെ. ദൈവം അതാണ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. സുവിശേഷ വേലയ്ക്ക് പണം ആവശ്യമാണ്. കർത്താവിന്റെ ദാസന്മാര് ജീവിക്കേണ്ടത് ദൈവങ്ങൾ കൊടുക്കുന്ന നന്മകൾ കൊണ്ടാണ്. ഇതൊക്കെ ശരിയാണെങ്കിലും സ്തോത്രം, അതിനപ്പുറത്ത് നാം ആരായിരിക്കണം? ദൈവസനിൽ വിശ്വസ്തരും ദൈവജനത്തിന്റെ മുമ്പിൽ വിശ്വസ്തരും മുഖപക്ഷമില്ലാത്തവരും ആയിരിക്കണം. കാരണം നമ്മുടെ കർത്താവിന് മുഖപക്ഷമില്ല. ജീസസ് ക്രൈസ്റ്റ് ഹാസ് നോ പാർഷ്യാലിറ്റി. നമ്മുടെ കർത്താവിന് മുഖപക്ഷമില്ല. ഒരു വാക്യം ഒന്ന് വായിച്ചു, 1 പത്രോസ് 1:17. 1 Peter chapter 1 verse 17. മുഖപക്ഷം കൂടാതെ ഓരോരുത്തന്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം ന്യായം വിധിക്കുന്നവനെ നിങ്ങൾ പിതാവ് എന്ന് വിളിക്കുന്നു. നമ്മുടെ പിതാവായ ദൈവം ഓരോരുത്തരുടെ പ്രവൃത്തിക്കനുസരിച്ചാണ് ന്യായം വിധിക്കുന്നത്.
കാരണം ദൈവത്തിന് മുഖപക്ഷമില്ല. പ്രൈസ് ദി ലോർഡ്. വാത്സല്യ ശുശ്രൂഷകനെ, ദൈവ പൈതലെ, ദൈവത്തിന് മുഖപക്ഷമില്ലെങ്കിൽ നാം അതെന്ത് ചെയ്യണം? പിന്തുടരണം. ആമേൻ. എല്ലാവരെയും ഒരുപോലെ സ്നേഹിക്കാൻ കഴിയുന്നുണ്ടോ? അത് കഴിയണം. ജീസസ്. തിരിച്ച് നമ്മളോട് എല്ലാവരും സ്നേഹിക്കണമെന്നൊന്നുമില്ല. ഞാൻ അങ്ങോട്ട് പറയാം, നമ്മൾ എത്ര സ്നേഹിച്ചാലും തിരിച്ച് നമ്മുടെ സ്നേഹം ആവശ്യമില്ലാത്തവരുണ്ട്, നമ്മളെ അംഗീകരിക്കാത്തവരുണ്ട്, നമ്മളെ കരുതാത്തവരുണ്ട്, സ്നേഹിക്കാത്തതൊക്കെ സത്യമാണ്. യേശു എത്ര സ്നേഹിച്ചിട്ടും യൂദ യേശുവിനെ ഒറ്റിക്കൊടുത്തില്ലേ? അതായി ലോകം. എല്ലാത്തിനും മുമ്പിൽ നിർത്തിയ പത്രോസ് യേശുവിനെ തള്ളിപ്പറഞ്ഞില്ലേ? അതാണ് ഈ ലോകം. പക്ഷേ ഒരു ശുശ്രൂഷകന്റെ യോഗ്യതയിൽ പരമപ്രധാനമായ ഒരു വിഷയമാണ് മുഖപക്ഷം കൂടാതെ ശുശ്രൂഷിക്കുക എന്നുള്ളത്. ദൈവത്തിന് സ്തോത്രം. 1-ാം നൂറ്റാണ്ടിലെ സഭയിൽ ഒരു ചെറിയ പ്രശ്നം അതായിരുന്നു. യവനായ വിഭാഗത്തിൽ നിന്ന് വന്ന വിധവമാരെ യഹൂദ വിഭാഗത്തിൽപ്പെട്ടവർ അവഗണിക്കുന്നു എന്നുള്ള ചിന്ത വന്നു. നിങ്ങൾ സമയം പോലെ അപ്പോസ്തലർ പറഞ്ഞ പുസ്തകം 6-ാം അധ്യായം വായിച്ച് മനസ്സിലാക്കുക. അപ്പോസ്തലന്മാർ നേരിട്ട് കൈകാര്യം ചെയ്ത വിഷയത്തിൽ അപാകത വന്നു എന്നുള്ളൊരു തോന്നൽ 1-ാം നൂറ്റാണ്ടിലെ സഭകൾക്കുണ്ടായി. ഉടനെ അപ്പോസ്തലന്മാർ പറഞ്ഞു, ഞങ്ങൾ പ്രാർത്ഥനയിലും വചന ശുശ്രൂഷയിലും ഉറ്റിരിക്കും. പക്ഷെ ഈ കാര്യം കൈകാര്യം ചെയ്യാൻ നല്ല സാക്ഷ്യവും പരിശുദ്ധാത്മാവിന്റെ നിറവും ജ്ഞാനവുമുള്ള നല്ല വിശ്വാസമുള്ള 7 പേരെ തിരഞ്ഞെടുക്കാൻ പറഞ്ഞു. അത് ജനത്തിന് ബോധ്യമായി. ഞാൻ പറഞ്ഞത് വന്നത്, അപ്പോസ്തലന്മാർ നേരിട്ട് കൈകാര്യം ചെയ്ത വിഷയങ്ങൾക്ക് പോലും പാർഷ്യാലിറ്റി കാണിച്ചു എന്നൊരു ചിന്ത, അവർ പാർഷ്യാലിറ്റി കാണിച്ചതല്ല, എന്നൊരു ചിന്ത അന്നുണ്ടായെങ്കിൽ ഇന്ന് എത്ര അധികം എന്നുള്ള കാര്യം മറക്കരുത്. ആത്മീയ ശുശ്രൂഷകന്മാർക്കുണ്ടായിരിക്കേണ്ട യോഗ്യതകൾ: 1, അവൻ ആത്മഭാരമുള്ളവനായിരിക്കണം. 2, അവൻ ദൈവിക പരിജ്ഞാനം പ്രാപിച്ചവനായിരിക്കണം. 3, ഭേദാഭേദങ്ങൾ തിരിച്ചറിയുന്നവനായിരിക്കണം. 4, മുഖപക്ഷമില്ലാത്തവൻ ആയിരിക്കണം. ഇനി 5-മത്, അനുഭവജ്ഞാനം പ്രാപിച്ചവനായിരിക്കണം. എക്സ്പീരിയൻസ് ഈസ് വെരി എസെൻഷ്യൽ. അനുഭവജ്ഞാനം. ദൈവത്തിന് സ്തോത്രം. നമുക്കറിയാൻ പാടില്ലാത്ത കാര്യങ്ങൾ സീനിയർ ശുശ്രൂഷകന്മാരോട് നമ്മൾ ചോദിച്ചു മനസ്സിലാക്കണം. നമുക്ക് തോന്നുന്നത് അങ്ങ് ചെയ്യുക എന്നുള്ളതല്ല. സ്തോത്രം. വീട്ടിലെ കുഞ്ഞുങ്ങൾ ചില കാര്യങ്ങൾ മാതാപിതാക്കളോട് ചോദിക്കുന്നത് കേട്ടിട്ടില്ലേ? അതുപോലെ വിശ്വാസികളായ ദൈവമക്കൾ അല്ലെങ്കിൽ ജൂനിയർ ആയിട്ടുള്ള സഭാ ശുശ്രൂഷകന്മാരോ ക്രിസ്തീയ ശുശ്രൂഷകന്മാരോ അനുഭവ സമ്പത്തുള്ള ദൈവദാസന്മാരോട് ചോദിക്കണം. ദൈവത്തിന് സ്തോത്രം. നമ്മൾ ഒരുപാട് പ്രായോഗിക കാര്യങ്ങൾ പഠിക്കാറുണ്ട്. ഞാന് പണ്ടൊരു സ്ഥലത്തിരുന്നപ്പോൾ ഞാൻ കണ്ട കാഴ്ച, ആദ്യം തിരുവത്താഴം കൊണ്ടുപോയി സഹോദരിമാർക്ക് കൊടുക്കുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട്. അതിനകത്ത് ബൈബിളിൽ അങ്ങനെ എഴുതിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ, ബൈബിളിൽ ആദ്യം ഇന്നാർക്ക് കൊടുക്കണമെന്നൊന്നും അല്ല എഴുതിയിട്ടുള്ളത്.
പക്ഷേ സഹോദരന്മാർക്ക് കൊടുത്തിട്ട് ആദ്യം ഓരോ സഹോദരനെങ്കിലും എടുത്തിട്ട് 2 സഹോദരന്മാർക്ക് കൊടുക്കുന്നതാണ് ഉചിതം. അത് പിന്നെ തിരുവത്താഴത്തിന്റെ പ്രാക്ടിക്കൽ സ്റ്റഡി വരുമ്പോൾ ഞാനത് പഠിപ്പിക്കാം. ദൈവത്തിന് സ്തോത്രം. ഞാൻ പറഞ്ഞു വരുന്നത് ഇത്രയേ ഉള്ളൂ. തോർത്തിയിട്ടല്ലല്ലോ നമ്മൾ കുളിക്കുന്നത്, കുളിച്ചിട്ടല്ലേ തോർത്തുന്നത്. അത് പറയാനായി വന്നത്. ദൈവത്തിന് സ്തോത്രം. അനുഭവ ജ്ഞാനം പ്രാപിക്കണം. പഴയ കാലത്ത് കർത്താവിന്റെ ദാസന്മാരുടെ കൂടെ നിന്ന് നല്ല ട്രെയിനിങ് അവർക്ക് കിട്ടിയിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഞാൻ പണ്ട് ഇങ്ങനൊന്ന് കേട്ടിട്ടുണ്ട്. കർത്താവിൽ പ്രസിദ്ധനായിരിക്കുന്ന ഒരു ദേവദാസൻ തന്റെ കൂടെ ഒരു ദേവദാസനെ കൊണ്ടുവന്നു. ആദ്യം തന്നെ ഒന്ന് പരിചയപ്പെടുത്താൻ ഒരു 5 മിനിറ്റ് അല്ലെ മാക്സിമം 10 മിനിറ്റ് കൺവെൻഷൻ പന്തലിൽ അവസരം കൊടുത്തു. കൂടെ വന്ന ദേവദാസൻ അദ്ദേഹം ഏതാണ്ട് ഒരു 3/4 മണിക്കൂറോളം അങ്ങ് പ്രസംഗിച്ചു. ഓർത്തു നോക്കി. ഞാൻ ചില വർഷങ്ങൾക്ക് മുമ്പ് എരുമേലി മുക്കുട്ടത്തറ ഒരു വലിയ കൺവെൻഷൻ പ്രസംഗിക്കാൻ എന്നെ വിളിച്ചു. അന്ന് റെനി ജോർജിന്റെ സാക്ഷി പറയാനുള്ള അവസരമായിരുന്നു. ദൈവങ്ങൾ കേൾക്കണോ, ലാസ്റ്റിൽ എനിക്ക് കിട്ടിയത് 10 മിനിറ്റ് കൺവെൻഷൻ പ്രസംഗിക്കാൻ. എന്താണ്? പരിജ്ഞാനമില്ല. അനുഭവജ്ഞാനം വേണം. സ്തോത്രം. നമ്മുടെ സമയത്തെ കുറിച്ച് നമുക്ക് അറിവുണ്ടായിരിക്കണം. നമ്മൾ നിൽക്കുന്ന വേദിയെ കുറിച്ച് നമുക്ക് അറിവുണ്ടായിരിക്കണം. നമ്മുടെ മുമ്പിലിരിക്കുന്ന ജനത്തെ കുറിച്ച് അറിവുണ്ടായിരിക്കണം. സ്തോത്രം. നമുക്ക് ദൈവ അവസരങ്ങൾ തരുമ്പോൾ നമ്മളാണ് ഏറ്റവും വലിയ ആള്, മറ്റുള്ളവരാരും ഒന്നുമല്ലെന്നുള്ള ചിന്തയിലല്ല ശുശ്രൂഷ ചെയ്യേണ്ടത്. അനുഭവജ്ഞാനം വേണം. അറിയാത്ത കാര്യങ്ങൾ അറിയാവുന്നവരോട് ചോദിച്ച് മനസ്സിലാക്കണം. എങ്ങനെയാണ് ഒരു പുതിയ വീട്ടിൽ കയറി താമസിക്കുന്നത്, എങ്ങനെ ഒരു പുതിയ വാഹനം വാങ്ങിക്കുമ്പോൾ എങ്ങനെ പ്രാർത്ഥിക്കണം, ഒരു 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 ഷോപ്പ് പ്രാർത്ഥിച്ച് എങ്ങനെ തുടങ്ങണം, ഒരു പുതിയ പുതിയ കാര്യങ്ങൾ ഇതൊക്കെ അറിയാവുന്നവരോട് ചോദിക്കണം. വായിക്കേണ്ട സങ്കീർത്തനങ്ങളുണ്ട്, സന്ദർഭോചിതമായി വായിക്കേണ്ട സങ്കീർത്തനങ്ങളുണ്ട്, പാടേണ്ട പാട്ടുകളുണ്ട്. മനസ്സിലായോ? വിവാഹവേദികളിൽ ആരെങ്കിലും സമയമാ രഥത്തിൽ ഞാൻ സ്വർഗരാത്ര എന്ന് പാടുവോ? പാട്ടിന് കുഴപ്പമൊന്നുമില്ല, പ്രത്യാശനകാരമാണ്. അനുഭവജ്ഞാനം വേണം. എന്ത് പാടണം, എന്ത് പ്രസംഗിക്കണം, എത്ര സമയം എടുക്കണം, എങ്ങനെയൊക്കെ ആണെന്നുള്ളതിനെ കുറിച്ച് എന്ത് ചെയ്യണം? ചോദിച്ച് മനസ്സിലാക്കണം. അതുകൊണ്ട് നമ്മുടെ അറിവ് ഒരിക്കലും പോകുന്നില്ല. നമ്മൾ ഒരാളോടൊരു കാര്യം ചോദിക്കുന്നത് കൊണ്ട് നമ്മുടെ ജ്ഞാനം കുറഞ്ഞു പോകും ചിന്തിക്കല്ലേ. സഹോദരൻ, ഒരുപക്ഷെ നീ PhD കാരനായിരിക്കാം, പക്ഷേ ഒരു കാര്യം ഓർത്തുകൊള്ളണം, സ്വർഗം അഭിഷേകം ചെയ്ത ദൈവദാസന്റെ ജ്ഞാനം നിനക്കുണ്ടായിരിക്കില്ല. ഇനി അടുത്തതായിട്ട് 1, 2, 3, 4, 5, 6 ദ്രവ്യാഗ്രഹമില്ലാത്തവനായിരിക്കണം. ആത്മീയ ശുശ്രൂഷകന്മാർക്ക് ഉണ്ടായിരിക്കേണ്ട യോഗ്യതകളിൽ അടുത്തത് ദ്രവ്യാഗ്രഹമില്ലാത്തവനായിരിക്കണം. 1 തീമോഥെയോസ് 6-ാം അധ്യായം 5 മുതൽ താഴോട്ടുള്ള വാക്യങ്ങൾ നിങ്ങൾ എഴുതി വെച്ചോ, വായിക്കണമെന്നില്ല. 1 തീമോഥെയോസ് 6-ന്റെ 5 മുതൽ 11 വരെ. ജീസസ്. ദൂഷണം, ദുസംശയം, മതി, വായിക്കണമെന്നില്ല. ഞാൻ പറഞ്ഞു വരുന്നത്,
പണമില്ലാതെ നമുക്കൊന്നും നടക്കത്തില്ല. എന്ത് കാര്യത്തിനും പണം വേണം. പക്ഷേ മിനിസ്ട്രി എന്ന് പറയുന്നത് മണി മൈൻഡഡ് ആയിരിക്കരുത്. ദൈവമാണ് നമുക്ക് പണം തരുന്നത്. പ്രൈസ് ദി ലോർഡ്. കർത്താവ് തന്നെങ്കിൽ മാത്രമേ നമുക്ക് തികയത്തുള്ളൂ. ഇന്നത് ഇന്നിടത്തു നിന്ന് കിട്ടും എന്ന് പറഞ്ഞ് ഒരു ശുശ്രൂഷയും നാം ചെയ്യരുത്. ദ്രവ്യാഗ്രഹം ലവലേശം പോലും ഇല്ലാത്ത ദൈവദാസന്മാരെ കുറിച്ചും ദ്രവ്യാഗ്രഹികളാണെന്ന് പറയുന്ന ഒരു ആത്മീയ മണ്ഡലമാണ് നമ്മുടെ മുമ്പിലുള്ളത്. അന്നേരം എത്ര സൂക്ഷ്മതയോട് നമ്മൾ നിൽക്കേണ്ടതായിട്ടുണ്ട്. പക്ഷെ നമുക്ക് കൂലി തരുന്നവനും പ്രതിഫലം തരുന്നതും ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഇനി വർഷങ്ങൾക്ക് മുമ്പ് കുമ്പനാടിനടുത്ത് കരിയിലമുക്ക് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. സാധുക്കളായ കുറെ ദൈവമക്കൾ എന്നെ വന്ന് വിളിച്ചു, പാസ്റ്ററെ ഞങ്ങളുടെ കൺവെൻഷൻ വന്ന് പ്രസംഗിക്കണം. കർത്താവിന്റെ കൃപയാൽ അവിടെ പോയി. വെറും പാവങ്ങളായ ദൈവമക്കൾ. പക്ഷെ അവിടെ ഉത്സാഹം കണ്ടപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷം തോന്നി. ഒത്തിരി കഷ്ടപ്പെട്ട് പന്തലൊക്കെ ഇട്ട് വളരെ മനോഹരമായ നിലയിൽ അവരെ കൺവെൻഷൻ അറേഞ്ച് ചെയ്തു. അവിടെ ദൈവം ഞാൻ പ്രസംഗിച്ചു. ഞാൻ അവരെ മനസ്സിലാക്കിയപ്പോൾ ഒരു കൺവെൻഷൻ നടത്താൻ അവർക്ക് യാതൊരു കഴിവുള്ളവരല്ല. പക്ഷേ ആത്മഭാരമുള്ളവരായതുകൊണ്ട് അവർ ആ ശുശ്രൂഷ ചെയ്തു. മീറ്റിംഗ് എല്ലാം കഴിഞ്ഞ് അവരുടെ നിലയിൽ എനിക്ക് ഫുഡൊക്കെ തന്നു. വളരെ സന്തോഷം. പക്ഷേ മീറ്റിംഗ് കഴിഞ്ഞ് വളരെ കാര്യമായി എന്തോ എന്നെ കൊണ്ടു തന്നു. ഞാൻ അത് വാങ്ങിച്ചില്ല. ഞാൻ പറഞ്ഞു, സുവിശേഷ വേലയ്ക്കായി ഇത് ഉപയോഗിച്ചു, എനിക്ക് നിങ്ങളുടെ ഇപ്പോൾ പണം ആവശ്യമില്ല. പക്ഷെ ഞാൻ അന്നേരം ഒരുപാട് ഞെരുക്കത്തിൽ നിൽക്കുന്ന ഒരു സമയമാണ്. ഞാൻ വിദേശത്തല്ല, ഞാൻ നാട്ടിൽ കർത്താവിന് വേല സമയമാണ്. പക്ഷെ ഞാൻ ആ പണം വാങ്ങിച്ചില്ല. പക്ഷേ വേറൊരു സന്ദർഭത്തിൽ ഞാൻ അവിടെ ദൈവവേല ചെയ്തതിന്റെ നന്മ വേറൊരു വഴിയിൽ കൂടെ ദൈവം എനിക്ക് തരാനിടയായി. രാമേ പറയാം. സ്തോത്രം. ഹല്ലേലൂയ. നമ്മുടെ നന്മയുടെ ഉറവിടം യേശു ക്രിസ്തുവാണ്. എത്ര നല്ലവൻ, മതിയായവൻ, എന്നെ കരുതുന്ന കർത്തനവൻ. എത്ര നല്ലവൻ, മതിയായവൻ, എന്നെ കരുതുന്ന കർത്തനവൻ. എന്റെ ആവശ്യങ്ങളെല്ലാം അറിഞ്ഞിരുന്ന ഏറ്റവും അടുത്ത സഹായകൻ താൻ. എന്റെ ആവശ്യങ്ങളെല്ലാം അറിഞ്ഞിടുന്ന ഏറ്റവും അടുത്ത സഹായകൻ താൻ. ഹല്ലേലൂയ. ഏറ്റവും അടുത്ത സഹായകനാണ് നമ്മുടെ കർത്താവ്. നമ്മുടെ ആവശ്യങ്ങളെല്ലാം അറിയുന്ന കർത്താവ്. ആമേൻ. ജീസസ്. അടുത്തതായിട്ട് ആത്മീയ ശുശ്രൂഷൻ ഉണ്ടായിരിക്കേണ്ട അടുത്ത യോഗ്യത എന്ന് പറയുന്നത് അവൻ സ്ഥിരമായ ഉത്സാഹിയായിരിക്കണം. ഉത്സാഹത്തിൽ അവന് മടുപ്പ് വരരുത്. അവൻ ആത്മാവിൽ എരിവുള്ളവനായിരിക്കണം. സ്ഥിരമായ ഉത്സാഹി. ദൈവത്തിന് സ്തോത്രം. കർത്താവിന്റെ വേലയിൽ നമുക്ക് ഉത്സാഹം ഉണ്ടോ? ജീസസ്. ഒരിക്കൽ ഒരു സ്ഥലത്തൊരു ഒരു മീറ്റിങ്ങിന് പോവുക. നമ്മൾ സംഘടിപ്പിച്ചൊരു മീറ്റിംഗാണ്. നമ്മുടെ ദൈവങ്ങളൊക്കെ ഡ്യൂട്ടിയിലാണ്. ഞാൻ ചെന്നപ്പോൾ അവിടെ ചെയറെല്ലാം നിരത്താൻ കിടക്കുക.
ഞാൻ കുറെ നേരത്തെ പോയി. ഞാനതെല്ലാം നല്ല ചൂട് സമയത്തെല്ലാം നിരത്തിക്കൊണ്ടിരിക്കുക. അതിലെന്റെ വടക്കേണ്ടിൽ നിന്ന് വന്നിട്ട് പാസ്റ്റർ എൻ്റെ കൂടെ ഉണ്ട്. ഞാൻ കർത്താവിന്റെ ദാസനോട് ഇങ്ങനെ ചോദിച്ചു, പാസ്റ്റർ അവിടെ വെക്ക്, ദൈവമക്കൾ വന്നിട്ട് അതെല്ലാം നിരത്തിക്കോളൂ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, സ്തോത്രം, എന്റെ ദൈവാസനെ ദൈവങ്ങളൊക്കെ ഡ്യൂട്ടിയിലാണ്. അവർ വളരെ അഡ്ജസ്റ്റ് ചെയ്ത് കഷ്ടപ്പെട്ട സമയത്ത് വന്നെങ്കിലായി. അതുവരെ നമുക്ക് ഈ കൃത്യമായ സമയത്ത് മീറ്റിംഗ് നടത്തിയില്ലെങ്കിൽ പിന്നെ അത് വലിയ പ്രയാസമാണ്. അതുകൊണ്ട് ഇതെല്ലാം ചെയറാണെങ്കിൽ ചെയർ എല്ലാം നമ്മൾ അങ്ങ് അറേഞ്ച് ചെയ്യുക. ആരും നോക്കുന്നില്ല. സ്തോത്രം. ഉത്സാഹം വേണം നമ്മുടെ ജീവിതത്തിൽ. നമ്മൾ ഒരാളെ വെയിറ്റ് ചെയ്തിരിക്കരുത്. ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. ദൈവത്തിന് സ്തോത്രം. നാട്ടിലൊക്കെ സഭായം കഴിഞ്ഞാൽ ഉടനെ അങ്ങ് പോകാം പരസ്യവും നടത്താൻ. അവസരം കിട്ടിയാൽ ഓരോ വീടുകളുടെ വിശ്വാസ വീടുകൾ മുറ്റത്ത് ചെറിയ ചെറിയ കൺവെൻഷനൊക്കെ നടത്തുക. അടങ്ങിയിരിക്കുകയില്ല. ഉത്സാഹം വേണം. ഉത്സാഹം എന്തിനു വേണ്ടി? ഒരാളെയെങ്കിലും നിത്യതയിൽ എത്തിക്കാനുള്ള ഭാരത്തോടുകൂടെ നമ്മൾ ശുശ്രൂഷ ചെയ്യുന്നവരായിരിക്കണം. ശുശ്രൂഷ ഒരിക്കലും സ്ഥാനത്തിന് വേണ്ടിയുള്ളതല്ല, മാനത്തിന് വേണ്ടിയുള്ളതല്ല. ഇന്ന് ആത്മീയമണ്ഡലങ്ങളിൽ കാണുന്ന പല സംഭവങ്ങളും കണ്ട് പലപ്പോഴും ഞാൻ ലജ്ജിച്ചു പോയിട്ടുണ്ട്. നമ്മളെ ഇതിനൊന്നും അല്ല ദൈവം വിളിച്ചത്. പ്രൈസ് ദി ലോർഡ്. ദൈവം നിങ്ങളെ ഒരു പൊസിഷനിൽ കൊണ്ടുവരുന്നത് നല്ല കാര്യം. പക്ഷേ ഇന്ന് ലോകത്തിൽ കാണുന്ന സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി അല്ല ദൈവം നമ്മെ വിളിച്ചത്. ഒരാമേ പറയാമോ? ദൈവം നിങ്ങളെ പ്രസിഡന്റ് ആക്കി അയക്കോ, സെക്രട്ടറി ആണെങ്കിൽ അയക്കോ, അതൊന്നും കുഴപ്പമില്ല. പക്ഷേ എനിക്ക് സെക്രട്ടറി ഈ സ്ഥാനം ഇല്ലെങ്കിൽ ഞാൻ ജീവിക്കുകയില്ല എന്നുള്ള ചിന്ത പാവമാണ്. പ്രസിഡന്റ് സ്ഥാനം ഇല്ലെങ്കിൽ ഞാൻ ജീവിക്കുകയില്ല. മനസ്സിലാസോ? ദൈവം അതിനല്ല നമ്മളെ വിളിച്ചത്. ആമേൻ. കർത്താവിന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നാം സ്ഥിര ഉത്സാഹിയായിരിക്കണം. ആത്മാക്കളെ നേടുന്ന കാര്യത്തിൽ നമ്മൾ ഉത്സാഹികളായിരിക്കും. എനിക്ക് അതിനകത്ത് നമ്മുടെ ഫെയ്ത്ത് പാസ്റ്ററെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. 1 മിനിറ്റ് ഉണ്ടെങ്കിൽ അത് 9 മിനിറ്റ് ആക്കി ആത്മാക്കളെ നേടും. സ്തോത്രം. ആ ടെൻഡൻസ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. മിക്ക ദിവസങ്ങളിലും ഫോണിൽ കൂടെങ്കിലും ഞാൻ ദൈവവചനം പറയും പലരോടും. എത്രയോ പേരെ വിശ്വാസത്തിൽ കൊണ്ടുവരുവാൻ ദൈവം സഹായിച്ചു. ഉത്സാഹം നമ്മുടെ ജീവിതത്തിൽ വേണം. സമയം വേഗത്തിൽ പോകുന്നല്ലോ. അടുത്തത്, വചനം ധ്യാനിക്കുന്നവനായിരിക്കണം. വചനം ധ്യാനിക്കണം. ഒരു ശുശ്രൂഷകൻ ആരായിരിക്കണം? വചനം ധ്യാനിക്കണം, മെഡിറ്റേറ്റ് ചെയ്യണമെന്നേ. നിങ്ങളൊരു 100 ദൈവാസന്മാരുടെ പ്രസംഗങ്ങൾ ശ്രദ്ധിക്കണം. ഒരാളോ 2 പേരല്ല. വചനം പ്രസംഗിക്കുന്ന എത്ര പേരുണ്ട്? കഥ പറയുന്നവരെ നിങ്ങൾക്ക് കിട്ടും. 1 മിനിറ്റിൽ 1 മിനിറ്റ് 60 സെക്കൻഡാ. അതിൽ 40 സെക്കൻഡും ഹല്ലേലൂയ സ്തോത്രം പറയുന്നവരെ നിങ്ങൾക്ക് കിട്ടും. പ്രവചിക്കുന്നവരെ നിങ്ങൾക്ക് കിട്ടും. ജനത്തെ കൊണ്ട് ആരാധിപ്പിക്കുന്നവരൊക്കെ കിട്ടും. പക്ഷേ ദൈവത്തിന്റെ വചനം പ്രസംഗിക്കുന്ന എത്ര പേരുണ്ട്? കാരണം എന്താ? ബൈബിൾ സ്റ്റഡി അവർക്കില്ല, വചനധ്യാനമില്ല. സന്ദർഭോചിതമായിട്ട് തിരുവചനം പ്രസംഗിക്കുവാൻ അവർക്കറിയത്തില്ല. സ്തോത്രം. വചനം ധ്യാനിക്കണം. ദൈവത്തിന് സ്തോത്രം. വചന ശുശ്രൂഷ എന്നുള്ളത് പുതിയ നിയമസഭയുടെ അഭിവാജ്യ ഘടകമാണ്. അതുകൊണ്ടാണ് സഭായോഗങ്ങളിലും വിവാഹവേദികളിലും കൺവെൻഷനുകളിലും മാസയോഗങ്ങളിലും കോട്ടേജ് മീറ്റിങ്ങുകളിലും
എല്ലാം വചന ശുശ്രൂഷയ്ക്ക് മുൻസ്ഥാനം കൊടുക്കുന്നത്. അത് അതിന്റെ ഗൗരവത്തോടുകൂടെ നമ്മൾ കാണണം. വചനം പ്രസംഗിക്കുക, സമയത്തിലും അസമയത്തിലും ഒരുങ്ങിയിരിക്കുക. വചനം പ്രസംഗിക്കുക. വചനം പ്രസംഗിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഒരിക്കലും എനിക്കൊരു ശുശ്രൂഷയ്ക്ക് പോകാൻ ഒരു തടസ്സം വന്നപ്പോൾ ഞാനൊരു ദൈവദാസന്റെ കൂടെ ഉണ്ട്. ഞാൻ പറഞ്ഞു, ഇന്നത്തെ ദൈവദാസൻ ഏതെങ്കിലും ഒരു വിഷയം എടുത്ത് ഒരു ക്ലാസ് എടുക്കുക. കാരണം എനിക്ക് ഇന്ന് ഒഴിച്ചുകൂടാൻ പാടില്ലാത്തൊരു വിഷയം വന്ന് വിട്ടു. അദ്ദേഹം വേർക്കാൻ തുടങ്ങി, ഭാരപ്പെടാൻ തുടങ്ങി. ദീർഘവർഷം സഭാ ശുശ്രൂഷ ചെയ്യുന്ന ഒരു മനുഷ്യനാ. പക്ഷെ അദ്ദേഹം വേണേ പ്രസംഗിക്കും. 1 മണിക്കൂർ ബൈബിൾ ക്ലാസ് എടുക്കാൻ പറഞ്ഞപ്പോൾ അദ്ദേഹം വേർക്കാം. പക്ഷെ എന്നെ കൊണ്ട് പറ്റിയല്ല, ഞാൻ എന്റെ ജീവിതത്തിൽ ചെയ്തിട്ടുണ്ട്. കുറഞ്ഞ വർഷം സകല ദൈവദാസന്മാരും നിങ്ങളുടെ സഭകളിൽ 1 മണിക്കൂറെങ്കിലും ബൈബിൾ ക്ലാസ് നടത്തുവാൻ, പഠിപ്പിക്കുവാൻ നിങ്ങൾ കഴിവുള്ളവരായിരിക്കണം. അതിന് വചനം പഠിക്കണം. വചനം പഠിക്കാത്ത ഒരാൾക്ക് വചനം പഠിപ്പിക്കാൻ ഒക്കത്തില്ല. കർത്താവ് തന്നെ പറഞ്ഞല്ലോ, സ്തോത്രം, ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം അവരെ ഉപദേശിച്ചുകൊണ്ട്. എന്നാൽ അവരെ ഉപദേശിക്കണം. ടീച്ച് എന്ന ഇംഗ്ലീഷിലെ ടീച്ച് ചെയ്യണമെങ്കിൽ ആദ്യം സ്റ്റഡി ചെയ്യണം, എന്നിട്ട് ടീച്ച് ചെയ്യണം. സ്തോത്രം. ഒടുവിലത്തെ കാര്യങ്ങൾ പറഞ്ഞ് നിർത്തുകയാണ്. പ്രാർത്ഥനാ ജീവിതമുള്ളവരായിരിക്കണം. പ്രാർത്ഥനാ ജീവിതം. സ്തോത്രം. കാർ തരണമേ, ഹെലികോപ്റ്റർ തരണമേ, റബ്ബർ എസ്റ്റേറ്റ് തരണേ എന്നുള്ളതല്ല പൗലോസിന്റെ പ്രാർത്ഥന. നമ്മുടെ ഹൃദയദൃഷ്ടി പ്രകാശിക്കണം, സ്നേഹത്തിൽ വർദ്ധിച്ചു വരണം, വിശ്വാസം വർദ്ധിക്കണം. സ്തോത്രം. ആത്മീയ കാര്യങ്ങളെ കുറിച്ചുള്ള എരിവ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. ദൈവത്തെ സഹായിക്കട്ടെ. സ്തോത്രം. ബാക്കിയുള്ള എല്ലാ ആഴ്ചകളിലും എല്ലാ ശനിയാഴ്ചയും ഈ പ്രഭാത പഠനം ഇവിടെ ഉണ്ട്. നിങ്ങൾക്ക് ആരെ വേണമെങ്കിലും ഇതിനകത്ത് നിങ്ങൾക്ക് ക്ഷണിക്കാം. സ്തോത്രം. തികച്ചും ഫ്രീ ആയിട്ടാണ് ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ആർക്കും ജോയിൻ ചെയ്യാം. ദൈവം സഹായിക്കട്ടെ. ഇപ്പോൾ പ്രിയ ആൻസ്റ്റർ ഒരു പാട്ട് പാടും. അതിനുശേഷം കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ജോൺ മാത്യു അവർ പ്രാർത്ഥിച്ച് ആസ്വാദം പറഞ്ഞ് ഈ മീറ്റിംഗ് അവസാനിപ്പിക്കും. Praise the Lord. മറവിടമായി എനിക്ക് യേശുവുണ്ട്, മറച്ചിടും
പ്രൈസ് ദി ലോർഡ്. വാസ്തവത്തിൽ നമ്മുടെ ക്ലാസ് തീരാൻ സമയമായില്ല. ഇവിടുത്തെ ക്ലോക്ക് ഒരു ചെറിയൊരു പ്രശ്നം കാണിച്ചു. ഞാൻ വിചാരിച്ചു സമയമായെന്ന് വിചാരിച്ചു. 9 മണി വരെയാണ് നമ്മുടെ ക്ലാസ്. ഇപ്പം ഇനി അരമണിക്കൂർ മുമ്പിലുണ്ട്. സ്തോത്രം. അതൊരല്പം കാര്യങ്ങളുടെ ചിന്തിച്ചിട്ട് നമുക്ക് ജോൺ മാത്യു പാസ്റ്റർ പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കും. സ്തോത്രം. ശ്രദ്ധിച്ചാണ് നമ്മളിപ്പോൾ ചിന്തിച്ചുകൊണ്ടിരുന്നത് ആത്മീയ ശുശ്രൂഷന്മാർക്ക് ഉണ്ടായിരിക്കേണ്ട യോഗ്യതകളാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നത്. അത് നമ്മൾ പറഞ്ഞു നിർത്തി. 1, ആത്മഭാരമുള്ളവനായിരിക്കണം. 2, ദൈവിക പരിജ്ഞാനം പ്രാപിച്ചവനായിരിക്കണം. ഭേദാഭേദങ്ങൾ തിരിച്ചറിയുന്നവനായിരിക്കണം. മുഖപക്ഷമില്ലാത്തവനായിരിക്കണം. അനുഭവജ്ഞാനം പ്രാപിച്ചവനായിരിക്കണം. ദ്രവ്യാഗ്രഹമില്ലാത്തവനായിരിക്കണം. സ്ഥിര ഉത്സാഹിയായിരിക്കണം. വചനം ധ്യാനിക്കുന്നവനായിരിക്കണം. പ്രാർത്ഥനാ ജീവിതമുള്ളവൻ ആയിരിക്കണം. ഇതാണ് നമ്മൾ ചിന്തിച്ചത്. ഒരു ശുശ്രൂഷകൻ തികഞ്ഞ പുരുഷത്വം ഉള്ളവനായിരിക്കണം. അത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. അതായത് നമ്മൾ വചനപ്രകാരം എടുക്കുന്ന സ്റ്റാൻഡ് അതങ്ങനെ തന്നെ ആയിരിക്കണമെന്നുള്ള ഒരു ധൈര്യവും ഉറപ്പും നമുക്കുണ്ടായിരിക്കണം. പുരുഷത്വം ഉള്ളവനായിരിക്കണം. സ്തോത്രം. പുരുഷത്വം കാണിപ്പീൻ എന്നുള്ളത് അപ്പോസ്തലനായ പൗലോസിന്റെ പരമപ്രധാനമായിരിക്കുന്ന ഒരു ആഹ്വാനമായിരുന്നു. പുരുഷത്വം കാണിക്കണം. അല്ലാതെ ഇടത്തോട്ടും ചാഞ്ഞ് വലത്തോട്ടും ചരിഞ്ഞ് ഇടയ്ക്ക് പുറകോട്ടും പോയി അവരെന്തോ ചിന്തിക്കും, ഇവരെന്തോ പറയും. നോ, നമുക്കൊരു സ്റ്റാൻഡ് ഉണ്ടായിരിക്കണം. ക്രിസ്ത്യൻ മിനിസ്ട്രിയിൽ നമ്മുടെ ഉപദേശത്തിന് ഒരു സ്റ്റാൻഡ് ഉണ്ടായിരിക്കണം. ശുശ്രൂഷയ്ക്ക് ഒരു സ്റ്റാൻഡ് ഉണ്ടായിരിക്കണം. നമ്മൾ എടുക്കുന്ന നിലപാടുകൾക്ക് ഒരു സ്റ്റാൻഡ് ഉണ്ടായിരിക്കണം. ദൈവത്തിന് സ്തോത്രം. അതിൽ കുറഞ്ഞൊന്നും ചെയ്യരുത്. ഇനി നമ്മൾ ഒരു മുഖവരം തുടങ്ങി വെക്കുകയാണ്. ദൈവിക ശുശ്രൂഷയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ശുശ്രൂഷയാണ് വിശ്വസിക്കുന്നവരെ സ്നാനപ്പെടുത്തുക എന്നുള്ളത്. പ്രായോഗിക ക്രിസ്ത്യൻ സ്റ്റഡി അവിടെ നടക്കുന്നത്. അത് മറക്കരുത്. നമുക്കറിയാം, പുതിയ നിയമസഭയിൽ 2 കർമ്മങ്ങളാണുള്ളത്. ചില ചിന്തിക്ക് എന്തിനാ വാസ്തു ഇപ്പൊ സ്നാനത്തിന്റെ കാര്യം? ഞങ്ങളൊക്കെ സ്നാനപ്പെട്ടവരും സ്നാനപ്പെടുത്തുന്നവരുമാണ്. പക്ഷെ ഒരുപാട് പാകപ്പുഴകളുണ്ട്. അതുകൊണ്ട് ഇത് പറയാതിരിക്കാൻ പറ്റുകയില്ല. ദൈവത്തിന് സ്തോത്രം. സ്നാനപ്പെട്ടവരൊന്ന് കരവേർത്തുക. നിങ്ങളെ ഒന്ന് കാണുക. ആമേൻ. സ്തോത്രം. എന്നിട്ട് നമ്മളൊക്കെ സ്നാനപ്പെട്ടവരാ. സ്തോത്രം. ഈ സ്നാന ശുശ്രൂഷയെ 2 നിലയിലാണ് നമ്മൾ ഗ്രഹിക്കേണ്ടത്. ഒന്ന്, എപ്പിസ്കോപ്പൽ ചർച്ചുകളിൽ നടത്തുന്ന ഇൻഫന്റ് ബാപ്റ്റിസം അല്ലെങ്കിൽ ശിശുസ്നാനം. രണ്ടാമത്, പെന്തക്കോസ്റ്റ്, ബാപ്റ്റിസ്റ്റ്, ബ്രദറൻ ചർച്ചുകളിലൊക്കെ അക്സെപ്റ്റ് ചെയ്യുന്ന വിശ്വാസ സ്നാനം. ഒരു വാക്യം ആദ്യം ഒന്ന് വായിക്കാം. മർക്കോസ് 16:16. മർക്കോസ് 16:16. വിശ്വസിക്കുകയും സ്നാനം ഏൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും. മതി. സ്തോത്രം. വിശ്വസിക്കുകയും സ്നാനം ഏൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും. സ്നാനത്തിന്റെ പ്രാധാന്യം എല്ലാ ശുശ്രൂഷകന്മാരും അറിയണം. മനസ്സിലായോ?
സ്നാനത്തിന്റെ പ്രാധാന്യം എല്ലാ ശുശ്രൂഷകന്മാരും അറിയണം. സ്നാനപ്പെടുത്തുന്നവർക്ക് പോലും എങ്ങനെ സ്നാനപ്പെടുത്തണമെന്ന് അറിയത്തില്ല കേട്ടോ. ഈ ദിവസങ്ങളിൽ ചില സ്നാന ശുശ്രൂഷകളൊക്കെ കണ്ടിട്ട് എനിക്ക് വളരെ വേദന തോന്നിയിട്ടുണ്ട്. നമുക്കത് ചിന്തിക്കാം. ഒന്ന്, സ്നാനമെന്നുള്ളത് ആരാണ് ഏർപ്പെടുത്തിയത്? ആരാ സ്നാനം ഏർപ്പെടുത്തിയത്? ഒന്ന് പറഞ്ഞേ. കർത്താവിന്റെ കൽപ്പനയാണ് സ്നാനം. ലൂക്കോസിന്റെ സുവിശേഷം ഒന്ന് എടുക്കാമോ? എല്ലാവരും ബൈബിളൊക്കെ തുറക്കണം, സച്ചിന് ആക്റ്റീവായിട്ടിരിക്കണം. സ്നാനപ്പെട്ടവർക്ക് സ്നാനത്തെ കുറിച്ച് ക്ലാസ് കേൾക്കുമ്പോൾ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കട്ടെ. ലൂക്കോസ് 7:29-30 ഒന്ന് വായിക്കാം. എന്നാൽ ജനമൊക്കെയും ചുങ്കക്കാരും കേട്ടിട്ട് യോഹന്നാന്റെ സ്നാനം ഏറ്റതിനാൽ ദൈവത്തെ നീതീകരിച്ചു. എങ്കിലും പരീശന്മാരും ന്യായശാസ്ത്രിമാരും അവനാൽ സ്നാനമേൽക്കാതെ ദൈവത്തിന്റെ ആലോചന തങ്ങൾക്ക് വൃഥാവാക്കി കളഞ്ഞു. അന്നേരം പിതാവായ ദൈവത്തിന് ഭയങ്കര പങ്കുള്ള ഒരു മിനിസ്ട്രിയാണ് സ്നാനം. മനസ്സിലായോ? യോഹന്നാൻ 1:6 വായിച്ചേ. ദൈവം അയച്ചിട്ട് ഒരു മനുഷ്യൻ വന്നു, അവൻ യോഹന്നാൻ എന്ന് പേർ. 33-ാം വാക്യം. ഞാനോ അവനെ അറിഞ്ഞില്ല, എങ്കിലും വെള്ളത്തിൽ സ്നാനം കഴിപ്പിക്കുവാൻ എന്നെ അയച്ചവൻ എന്നോട് വെള്ളത്തിൽ സ്നാനം കഴിപ്പിക്കുവാൻ എന്നെ അയച്ചവൻ അതാരാ? യോഹന്നാനെ അയച്ചതാരാ? പറ. യോഹന്നാനെ ആരാണ് അയച്ചത് എന്ന് പറഞ്ഞേ. യോഹന്നാനെ വെള്ളത്തിൽ സ്നാനം കഴിപ്പിക്കുവാൻ അയച്ചതാരാ? മറുപടി ഇല്ലേ? പിതാവായ ദൈവം. ആരാണ്? പിതാവായ ദൈവം. അന്നേരം പിതാവ്. ഇവിടെ നെറ്റ് പെട്ടെന്ന് കട്ടായി. ഇവിടെ ഈ വെള്ളം പൊങ്ങി പിന്നെ ചില പ്രശ്നങ്ങളുണ്ട് ഇവിടെ. ഓക്കെ, കേൾക്കാമല്ലോ അല്ലേ? സ്തോത്രം. യേശുക്രിസ്തുവിന് മുൻപേ വഴിയൊരുക്കാൻ വന്നതാണ് ആരെ? യോഹന്നാൻ. യോഹന്നാനെ അയച്ചതാരാ? ദൈവമാണ്, മറക്കരുത്. സ്തോത്രം. അന്നേരം സ്വർഗത്തിലെ ദൈവം ഏർപ്പെടുത്തിയ ഒരു ശുശ്രൂഷയാണ് സ്നാനം. അല്ലാതെ പെന്തക്കോസുകാർ ഏർപ്പെടുത്തിയതല്ല, ഏതെങ്കിലും ക്രിസ്ത്യൻ റിലീജിയസ് ലീഡർ ഏർപ്പെടുത്തിയതല്ല. ഗാഡ് ഹിംസെൽഫ് എസ്റ്റാബ്ലിഷ്ഡ് ദ ബാപ്റ്റിസം. ദൈവം തന്നെ സ്ഥാപിച്ചതാണ്. രണ്ടാമത്, യേശുക്രിസ്തുവിന്റെ അന്ത്യ കൽപ്പനയാണ് സ്നാനം. വളരെ 4 കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് പെട്ടെന്ന് ഞാൻ പറയുകയാണ്, നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം. സ്നാനത്തിന് ക്ലാസ് എടുക്കുമ്പോൾ ഇത് പറഞ്ഞ് നിങ്ങൾ ക്ലാസ് എടുക്കണം. യേശുക്രിസ്തുവിന്റെ അന്ത്യകൽപ്പന മത്തായി 28:18-20 വരെ നമുക്കറിയാവുന്ന കാര്യമാണ്. The last commandment of our Lord Jesus Christ. 3, 1-ാം നൂറ്റാണ്ടിലെ സഭയുടെ നടപടിക്രമം അല്ലെങ്കിൽ ആദിമ സഭയുടെ നടപടിക്രമമായിരുന്നു സ്നാനം എന്നുള്ളത്. അപ്പോസ്തല പ്രവൃത്തി 2:38-42 വരെ നോക്കണം. പത്രോസിന്റെ പ്രസംഗത്തിൽ ഹൃദയത്തിൽ കുത്തുകൊണ്ടവർ പത്രോസിനോട് ശേഷം അപ്പോസ്തലന്മാരോട് ചോദിച്ചു, സഹോദരന്മാരായ പുരുഷന്മാരെ, ഞങ്ങൾ എന്തു ചെയ്യണം? കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എന്ത് ചെയ്യണം? സ്നാനപ്പെടണമെന്നുള്ള ഉപദേശം പത്രോസ് കൊടുക്കുകയും അവന്റെ വാക്ക് കൈക്കൊണ്ടവർ സ്നാനമേറ്റു. അന്ന് 3000-ഓളം പേർ അവരോട് എന്ത് ചെയ്തു? ചേർന്നു. പിന്നെ നമ്മൾ വായിക്കും 8-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ശമരിയിൽ ഭയങ്കര സ്നാന ശുശ്രൂഷ നടക്കുന്നു. എത്രയോ സ്ത്രീകളും പുരുഷന്മാരും
അത് സ്നാനമേറ്റു. 8-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ 36 മുതൽ 38 വരെ വായിക്കുമ്പോൾ എത്യോപ്യ രാജ്ഞിയുടെ ധനവിചാരകനായിരിക്കുന്ന ഷണ്ഡൻ സ്നാനപ്പെടുന്നു. 10-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ കൈസരിയിലെ ഇറ്റാലി എന്ന പട്ടാളത്തിൽ കൊർന്നല്യോസ് എന്ന് പറയുന്ന ശതാധിപൻ കുടുംബമായി സ്നാനപ്പെടുന്നു. 16-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ലുദിയ കുടുംബമായി സ്നാനപ്പെടുന്നു. അതുപോലെ തന്നെ കാരാഗർ പ്രമാണി കുടുംബമായി സ്നാനപ്പെടുന്നു. 19-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ എഫെസോസിലെ യോഹന്നാന്റെ ശിഷ്യന്മാര് പൗലോസ് മുഖാന്തരം സ്നാനപ്പെടുന്നു. അങ്ങനെ ആദിമ നൂറ്റാണ്ടുകളിൽ ജാതികളിൽ നിന്ന് വിശ്വാസത്തിൽ വന്നവരും യഹൂദന്മാരിൽ വിശ്വാസത്തിൽ വന്നവരും സ്നാനപ്പെട്ട ദൈവസഭയുടെ അംഗങ്ങളായി തീർന്നു. സഭയുടെ നടപടിക്രമമാണ് സ്നാനം എന്നുള്ളത്. പിന്നെ ലേഖനങ്ങളിൽ ധാരാളം ആലോചനകൾ സ്നാനത്തെ കുറിച്ചുണ്ട്. ഞാൻ ആ ഭാഗത്തോട് ഇപ്പോൾ പോകുന്നില്ല, നമുക്കത് അറിയാവുന്നതാണ്. എന്നാൽ 1 പത്രോസ് 3:21 ഒരു പ്രധാനപ്പെട്ട കാര്യം കിടപ്പുണ്ട്. മനുഷ്യന് നല്ല മനസ്സാക്ഷിക്കായിട്ടുള്ള ദൈവത്തോടുള്ള അപേക്ഷയാണ് സ്നാനം. നല്ല മനസ്സാക്ഷി ദൈവത്തോടും മനുഷ്യനോടും പ്രാപിക്കണമെങ്കിൽ യേശുവിനോട് ചേരുന്ന പ്രക്രിയയിൽ നമ്മളാകണം. ക്രിസ്തുവിന്റെ സ്വഭാവം നമ്മളിൽ വെളിപ്പെടുവാൻ, ക്രിസ്തുവിന്റെ മനസ്സ് നമ്മളിൽ ഉണ്ടാകുവാൻ യേശുവിനോട് ചേരുന്ന സ്നാനം നമുക്ക് ആവശ്യമാണ്. നല്ല മനസ്സാക്ഷി, ഗുഡ് കോൺഷ്യസ്നസ്, നല്ല മനസ്സാക്ഷി. നല്ല മനസ്സാക്ഷിയുള്ളവരൊരു സ്തോത്രം പറഞ്ഞേ. പ്രൈസ് ദി ലോർഡ്. ബൈബിളിൽ ഒത്തിരി മനസ്സാക്ഷിയുണ്ട്. നിർമ്മല മനസ്സാക്ഷി, നല്ല മനസ്സാക്ഷി, ശുദ്ധ മനസ്സാക്ഷി. അതിന് ഓപ്പോസിറ്റും കിടപ്പുണ്ട് കേട്ടോ. പക്ഷെ നമ്മളൊക്കെ നല്ല മനസ്സാക്ഷിയുള്ളവരാ. സ്തോത്രം. ദൈവം സഹായിക്കുമാറാകട്ടെ. ഇനി ഞാൻ 4 കാര്യം പറഞ്ഞു, ഇത്ര ഓർത്താൽ മതി. ഒത്തിരി കാര്യങ്ങളുണ്ട്, പ്രധാനപ്പെട്ട 4 കാര്യം. 1, പിതാവായ ദൈവം ഏർപ്പെടുത്തിയതും യേശു ക്രിസ്തു കൽപ്പിച്ചു തന്നതും ആദിമ സഭയുടെ നടപടിക്രമവും ദൈവത്തോട് നല്ല മനസ്സാക്ഷി പ്രാപിപ്പാനുള്ള അപേക്ഷയുമാണ് വിശ്വാസസ്നാനം. അടുത്തത്, സ്നാനം എങ്ങനെയായിരിക്കണം? ഇനി അതിനെക്കുറിച്ചാണ് ചില വാക്കുകൾ പറയുന്നത്. സ്നാനം എങ്ങനെയായിരിക്കണം? എന്തിനാണ് സ്നാനാർത്ഥിയെ പൂർണ്ണമായി വെള്ളത്തിൽ മുക്കുന്നത്? എന്തിനാണ് സ്നാനാർത്ഥിയെ പൂർണ്ണമായി വെള്ളത്തിൽ മുക്കുന്നത്? എന്തിനാ പൂർണ്ണമായി വെള്ളത്തിൽ മുക്കുന്നത്? എന്തിനാ? ആരെങ്കിലും ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് പറഞ്ഞേ, എന്തിനാണ് ഒരു സ്നാനാർത്ഥിയെ പൂർണ്ണമായി വെള്ളത്തിൽ മുക്കുന്നത്? പഴയ മനുഷ്യനെ മരണ പുനരുത്ഥാനത്തോടെ അടക്കപ്പെടണം പൂർണ്ണമായിട്ട്. ദൈവത്തിന് സ്തോത്രം. ഒന്നാമത്, സ്നാനം എന്നുള്ളത് ഒരു ശവമടക്ക് ശുശ്രൂഷയാണെന്ന് ഓർമ്മ വേണം. മരിച്ച ഒരു മനുഷ്യന്റെ ശരീരം മുഴുവൻ മണ്ണിൽ അടക്കം ചെയ്യും. കയ്യോ തലയോ കാലോ ഒന്നും പുറത്തു കാണാൻ പാടില്ല. പഴയ മനുഷ്യനെ പൂർണ്ണമായി നിമജ്ജനം അടക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. അന്നേരം മരണാനന്തരമുള്ള അടക്കം അത്രേ സ്നാനം. അത് ഓർക്കണം. കൈയുടെ ഇച്ചിരി മുങ്ങിയില്ലേൽ എന്നാ കുഴപ്പം, തല അങ്ങോട്ട് മുങ്ങിയില്ലേൽ എന്നാ കുഴപ്പം, അങ്ങനൊക്കെ സാധനം നടക്കുന്നുണ്ട് ഒരുപാട് ഭാഗത്ത്. നമ്മൾ എത്രയോ ശവസംസ്കാര ശുശ്രൂഷ പങ്കെടുത്തിട്ടുണ്ട്. ആരുടെയിലും കൈ പിന്നെ മേളിൽ പൊങ്ങി നിൽപ്പുണ്ടോ? ഉണ്ടോ? ആരുടെയിലും ഞാൻ കഴിഞ്ഞിടയ്ക്ക് ഒരു സ്നാനം കണ്ടു. എന്റെ ദൈവമേ, തല മുങ്ങിയതേ ഇല്ല, കഴുത്ത് പോയി താഴോട്ട് മുങ്ങിയുള്ളൂ, തല മുങ്ങിയതേ ഇല്ല. അതിന്റെ വീഡിയോ എടുത്തൊക്കെ പ്രചരിപ്പിച്ചേക്കോ, നാണമില്ലോ എന്ന് ചിന്തിച്ചു. എന്നാൽ ഇതൊക്കെ ഹൈഡ് ചെയ്ത് കളയണ്ടേ, മറ്റുള്ളവർക്കൂടെ ആക്ഷേപമായിട്ട്.
അന്നേരം ശരീരം മുഴുവൻ വെള്ളത്തിൽ മുങ്ങണം. സ്തോത്രം. ഒരു സ്നാനത്തിന്റെ ചില ഗ്രീക്ക് പദങ്ങൾ ഒരു 6 എണ്ണം ഞാനിപ്പോ പറയാം. നിങ്ങൾ അത് എഴുതിയെടുത്തു. പഠിപ്പിക്കുന്നവർക്കും പഠിക്കുന്നവർക്കും ഒക്കെ നല്ലതാണ്. ചില ഗ്രീക്ക് പദങ്ങൾ. ഒന്ന്, ബാപ്റ്റിസോ. ബാപ്റ്റിസോ മുഴുകൽ അല്ലെങ്കിൽ മുങ്ങിക്കുളി. രണ്ടാമത് നമ്മള് എടുക്കുന്ന സ്നാനം അല്ലെങ്കിൽ എടുത്ത സ്നാനം ബാപ്റ്റിസോയാണ്. മുഴുവൻ ശരീരം മുഴുവൻ വെള്ളത്തിൽ മുങ്ങുന്ന സ്നാനം ബാപ്റ്റിസോ എന്നാണ് ഗ്രീക്കിൽ. അടുത്തത് ടാബൽ. നയമാന്റെ സ്നാനത്തിന് നമുക്ക് ടാബൽ എന്ന് പറയാം. TABEL, ടാബൽ. വെള്ളത്തിൽ മുങ്ങാതെയുള്ള കുളിയുണ്ട്. ലുയോ എന്ന് പറയും. LUO. വെള്ളത്തിൽ മുങ്ങാതെ കുളിക്കത്തില്ലേ? നാലാമത് ബ്രേക്കോ എന്ന ഒരു പദമുണ്ട് ഗ്രീക്കിൽ. നനയ്ക്കുക. BRAKO, ബ്രേക്കോ. അഞ്ചാമത് റാൻഡിസോ. RANTIZO, തളിക്കുക. ആറാമത്തേതിന് നിപ്റ്റോ. NIPTO. ഓരോ അവയവും പ്രത്യേകം കഴുകുന്നതിനാണ് നിപ്റ്റോ എന്ന പദം. റാൻഡിസോയിഡ് ഒന്നുകൂടെ പറയാമോ? റാൻഡിസോയിഡ് മീനിങ് തളിക്കുക. ബാപ്റ്റിസോ, ടാബൽ, ലിയോ, ബ്രേക്കോ, റാൻഡിസോ, നിപ്റ്റോ. മുഴുകൽ സ്നാനം, നയമാന്റെ സ്നാനം, വെള്ളത്തിൽ മുങ്ങാതെയുള്ള കുളി, നനയ്ക്കുക, തളിക്കുക, ഓരോ അവയവും പ്രത്യേകം കഴുകുക. സ്തോത്രം. സ്നാനത്തിന്റെ ആവശ്യകതയൊക്കെ നമുക്കറിയാം. ഒന്ന്, ഒരു 4 കാര്യം അതിനോട് ചേർന്നങ്ങ് ചിന്തിച്ചോണം. ഒന്ന്, യേശുവിനോട് ചേരുവാൻ. ഒരിക്കലും ആരും പഠിപ്പിക്കരുത് നിങ്ങൾ പെന്തക്കോസിൽ ചേരാൻ സ്നാനപ്പെട്ടേ ഒക്കൂ എന്ന് പറയല്ലേ. പള്ളിയിൽ ചേരാൻ സ്നാനപ്പെട്ടേ ഒക്കൂ എന്ന് പഠിപ്പിക്കല്ലേ. വചനം പഠിപ്പിക്കുന്നത് യേശുവിനോട് ചേരുവാനും ജീവന്റെ പുതുക്കത്തിൽ നടക്കുവാനും നാം സ്നാനപ്പെടണം. അങ്ങനെ സ്നാനപ്പെട്ടവരാണ് പുതിയ നിയമസഭയുടെ അംഗങ്ങളായി തീർന്നിട്ടുള്ളത്. ഈ കാര്യം മറക്കരുത് കേട്ടോ. ഗലാത്യർ 3:27 ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ നാം എല്ലാവരും അവനെ ധരിച്ചിരിക്കുന്നു. അല്ലെ? ക്രിസ്തുവിനോട് ചേരുക. ഒന്ന്, ക്രിസ്തുവിനോട് ചേരുക. 2, ക്രിസ്തുവിനെ ധരിക്കുക. മൂന്നാമത്, പഴയ മനുഷ്യനെ അടക്കം ചെയ്യുക. പഴയ മനുഷ്യനെ അടക്കം ചെയ്യുക. റോമർ 6:3-4. 4, ക്രിസ്തുവിന്റെ മരണത്തോട് ഏകീകരണം. വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. സ്നാനം കൊണ്ട് നടക്കുന്ന ഒരു വലിയ ശുശ്രൂഷ എന്ന് പറയുന്നത് ക്രിസ്തുവിന്റെ മരണത്തോട് ഏകീകരണം ഉണ്ടാകുകയാണ്. ഏകീകരണം. അങ്ങനെ ആ മരണത്തോട് ഏകീകരണം വന്നെങ്കിൽ മാത്രമേ കർത്താവിന്റെ വരവെങ്കിൽ നമ്മുടെ പുനരുത്ഥാനം നടക്കുകയുള്ളൂ.
മനസ്സിലായോ? പുനരുത്ഥാനം. യേശുവിനോട് ചേർന്ന ദൈവമക്കൾ കർത്താവിന്റെ വരവെങ്കിൽ പുനരുത്ഥാനം ചെയ്യും, പുനരുത്ഥാനപ്പെടും. ദൈവത്തിന് സ്തോത്രം. ഇനി നമ്മുടെ സമയമായല്ലോ. ഇതിന് ബാക്കി പ്രാക്ടിക്കൽ കാര്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ചിന്തിക്കാം. ഇത് തീർന്നില്ല. സ്നാനത്തിന്റെ ഒരുപാട് വശങ്ങൾ നമ്മൾ ഇനി ചിന്തിക്കാൻ കിടക്കുകയാണ്. സ്തോത്രം. മുമ്പ് നമ്മളെ പാട്ട് പാടിയത് കൊണ്ട് ഇനി ഒടുവിൽ പാടുന്നില്ല. കർത്താവ് ദാസൻ ജോൺ മാത്യു പാസ്റ്റർ പ്രാർത്ഥിച്ച് ആശ്വാസം. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. പ്രാർത്ഥനയ്ക്കായി നമ്മുടെ